ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഗൂഢാലോചനയാണ് നിലനിൽക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. ആരാണ് കള്ളം പറയുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. കുറേയധികം ആഭരണങ്ങളും വൈരങ്ങളൊക്കെ മോഷണം പോയിട്ടുണ്ട്. ഇതിന് പിന്നിൽ രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം. എന്നാൽ ആ ഒരു കാര്യത്തെ ഇപ്പം ക്ഷേത്ര ഭരണസമിതി തള്ളിയിരിക്കുകയാണ്. അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഈ പോലീസ് റിപ്പോർട്ട് കള്ളമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് കള്ളം പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം? അതൊരു വല്ലാത്ത പ്രഹേളികയാണ്. ഈ ലോകത്ത് ഉള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ, ലോകത്ത് എവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിലും ഏറ്റവും അധികം സ്വത്ത് ആസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് ഇപ്പോൾ നമുക്ക് പൊതുവെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇപ്പം ശബരിമലയെയോ അല്ലെങ്കിൽ അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിനെയൊക്കെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ദൈനംദിന വരുമാനം, വാർഷിക വരുമാനമൊക്കെ കുറവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. പക്ഷെ ആസ്തി എന്ന് പറയുന്നത് അവിടെ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ, രത്ന, അത് പലതരത്തിലുള്ള രത്നങ്ങൾ, വജ്രം, വൈഡൂര്യം, മാണിക്യം, ഗോമേതകം, മരതകം, അങ്ങനെ ഉള്ള എന്തൊക്കെ രത്നങ്ങൾ ഈ ലോകത്തിലുണ്ടോ അതൊക്കെ അവിടെയുണ്ട്. അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി വലിയൊരു ഗൂഢാലോചനയുടെ രഹസ്യങ്ങളാണിപ്പോൾ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറച്ച് ദിവസം മുമ്പ് കേരള പോലീസിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നതോടുകൂടിയാണ് ഈ ഗൂഢാലോചനയുടെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതായത് ക്ഷേത്രത്തിൽ നിന്നും തുടർച്ചയായി സ്വർണവും രത്നവും അതുപോലെ തന്നെ വെള്ളി പാത്രങ്ങളുമൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നും അങ്ങ് പ്രത്യക്ഷമായിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് അവരാണ് പ്രതികൾ എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളുമാണ് കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഇങ്ങനെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനം പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫ് റാവത ചന്ദ്രശേഖറിന് കൈമാറുന്നു. റാവത ചന്ദ്രശേഖർ അത് ഹോം സെക്രട്ടറി, അദ്ദേഹത്തിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിന് കൊടുക്കുന്നു. അവിടെയാണ് ആ റിപ്പോർട്ടാണ് ചില മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായിട്ടും പോലീസ് കൊടുക്കാതെ ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു പോകില്ലല്ലോ. അപ്പോൾ പോലീസ് തന്നെ ആയിരിക്കണം മാധ്യമങ്ങൾക്ക് കൊടുത്തത്. അതിൽ പറയുന്ന വസ്തുതകൾ ശരിയാണെങ്കിൽ ലോകം അറിഞ്ഞത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു മോഷണം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തറിയുമ്പോഴാണ് അത് തടയപ്പെടുന്നത്, അത് രഹസ്യമാക്കി വെക്കുമ്പോഴല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വിട്ടത് ശരിയാണ്. ഇനി പിന്നെ ക്ഷേത്രം മാനേജ്മെന്റ് ഇപ്പോൾ അതിനൊരു നിഷേധക്കുറിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രതികളായ പോലീസുകാർക്കെതിരെ കേസെടുക്കണം. അതായത് അവർ പറയുന്നത് പോലീസാണ് എൻ്റെ ഒരു കള്ള റിപ്പോർട്ടാണ്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പോലീസ് ഇല്ലാത്ത കാര്യങ്ങൾ വസ്തുത എന്ന മട്ടിൽ എഴുതി വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ അത് തീർച്ചയായിട്ടും അതിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, വെറുതെ അങ്ങ് ഉണ്ടാക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ആരാണ്? അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ ആരൊക്കെയാണ്? അത് പോലീസിലെ ഉദ്യോഗസ്ഥർ മാത്രമാണോ? ഒരിക്കലും ആവാനിടയില്ല. പുറത്തുള്ള അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ്സുകാരുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഗൂഢസംഘത്തിൻ്റെ ഇടപെടൽ ആണ് ഈ കള്ള റിപ്പോർട്ടാണെന്ന് തെളിയുകയാണെങ്കിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് ഈ റിപ്പോർട്ടുകൾ പല കൈമറിഞ്ഞാണല്ലോ പോകുന്നത്. പോലീസിന് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടാൽ, ഇത്രയും വസ്തുതാവിരുദ്ധമാണെങ്കിൽ അത് പല തലങ്ങളിലൂടെ ഫിൽറ്റർ ചെയ്ത് ഒരു റിപ്പോർട്ട് പോകുമ്പോൾ, പരിശോധിക്കപ്പെട്ട് പോകുമ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുമല്ലോ. അതെന്തുകൊണ്ട് പിടിക്കപ്പെട്ടില്ല? അപ്പോൾ ആരുടെയൊക്കെയോ അധികാരശക്തിയുള്ള ആരുടെയൊക്കെയോ താല്പര്യമാണോ ആ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചത്? അത് വല്ലാത്ത ഒരു ചോദ്യമാണ് ഈ വാർത്ത നമ്മളിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യവും സംശയിക്കണം.
കാരണം അത്ര അമൂല്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ. ഇന്ത്യയുടെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ വലിയ സ്വർണ്ണ രത്നശേഖരമുള്ള ക്ഷേത്രങ്ങൾ ആയിരുന്നു. കാരണം നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയെ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും നമുക്കറിയാം ഈ ഗൗഡ സാരസ്വത സമുദായം, അതായത് കൊങ്ങിണികൾ, ഈ കൊങ്ങിണികളുടെ ക്ഷേത്രങ്ങൾ അവരുടെ സ്വത്തിൻ്റെയും കൂടെ ഒരു ഇരിപ്പിടമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമായിരുന്നു. പണ്ട് ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടനകൾ. അതുകൊണ്ടാണ് പലരും ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു ക്ഷേത്രം തകർത്താൽ മാത്രമേ ആ പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ തകർക്കാൻ പറ്റൂ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഈ സമ്പത്ത് സത്യം പറഞ്ഞാൽ ഭാഗ്യവശാൽ അത് കൊള്ളയടിക്കപ്പെട്ടിരുന്നില്ല. നമുക്കറിയാം സോമനാഥ ക്ഷേത്രം 18 തവണ മഹ്മൂദ് ഓഫ് ഗസ്നി, അതായത് ഗസ്നി സ്വദേശിയായ മഹ്മൂദ്, നമ്മുടെ പലപ്പോഴും മലയാള ചരിത്ര പുസ്തകങ്ങളിൽ മുഹമ്മദ് ഗസ്നി എന്നാണ് പറയുന്നത്. അങ്ങനല്ല. ഗസ്നി എന്നുള്ള അയാളുടെ ടൈറ്റിൽ അല്ല, അയാളുടെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ഗസ്നി. മഹ്മൂദ് എന്നാണ് അയാളുടെ പേര്. അതുപോലെ മുഹമ്മദ് ഓഫ് ഗോർ, അയാൾക്ക് ശേഷം പിന്നീട് ഇന്ത്യ ആക്രമിച്ച ആളാണ് മുഹമ്മദ്. അത് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ മുഹമ്മദ് ഗോറി എന്നാണ്. അങ്ങനെ ഒരു പേരില്ല. ഈ ഗോർ എന്ന് പറയുന്ന കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രദേശമാണ്. ഗസ്നിയും അതുപോലെ തന്നെ ഒരു ലൊക്കാലിറ്റിയാണ്. അവിടുന്ന് വന്ന 2 പേർ, ഇവർ രണ്ടും അഫ്ഗാനികളല്ല യഥാർത്ഥത്തിൽ, ഇവർ രണ്ടും തുർക്കികളാണ്. തുർക്കിയിൽ നിന്നും അഫ്ഗാനെ കീഴടക്കി വന്ന സൈന്യത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തികളാണ് മഹ്മൂദ് ഓഫ് ഗോറും മുഹമ്മദ് ഓഫ് ഗസ്നിയും. ഈ 2 പേരും ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങൾ പലതും കൊള്ളയടിച്ചു. മഹ്മൂദ് ഓഫ് ഗസ്നി സോമനാഥ ക്ഷേത്രം 18 തവണ കൊള്ളയടിച്ചത് അവിടുത്തെ സ്വർണ്ണ രത്ന ശേഖരം കണ്ടിട്ടാണ്. അതായത് ഗുജറാത്തി ബിസിനസ് മേഖലയിൽ അന്നും ഗുജറാത്തികൾ വലിയ മുന്നിലാണ്. അപ്പൊ അവരുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കൊള്ളയടിക്കുക എന്നുള്ളത് ഒരു സാമ്പത്തിക ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യവശാല് ഇത്തരം തിരുവിതാംകൂർ രാജാക്കന്മാര് അവിടെ സൂക്ഷിച്ചിരുന്ന സ്വത്തുക്കൾ അത് ആർക്കും എടുത്തു കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അക്കാര്യത്തിൽ അവരെ നമുക്ക് അഭിനന്ദിക്കണം. പക്ഷേ നമ്മൾ തന്നെ മറ്റൊരു ചോദ്യവും ചോദിച്ചിരുന്നു. അതായത് വേലി തന്നെ വിളവ് തിന്നുകയാണോ? അവർ തന്നെയാണ് ഇതെടുത്ത് ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ, അവരുടെ പിൻതലമുറക്കാരാണ് ചെയ്യുന്നതെങ്കിൽ അത് കർശനമായിട്ടും അവരെ തടയേണ്ടതാണ്. കാരണം അവർക്ക് ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ബാധകമായ നിയമം തന്നെയാണ് അവർക്കും ഉള്ളത്. അതിനപ്പുറത്തോട്ടുള്ള അധികാരങ്ങളൊന്നും അവർക്കില്ല. അവരെ ശരിക്കും പറഞ്ഞാൽ എർസ്റ്റ്വൈൽ ആണ് പ്രിൻസസ് ഓഫ് എർസ്റ്റ്വൈൽ കിങ്സ് ഓഫ് ട്രാവൻകൂർ ആണ്. ഇതിൽ ട്രാവൻകൂറും ഇന്നില്ല, അത് ഭരിച്ചിരുന്ന രാജകുടുംബം വേണാട്ട് രാജകുടുംബവും ഇല്ല. പക്ഷേ അവർക്ക് ക്ഷേത്രത്തിലെ അവരുടെ ആചാരപരമായ ചില റോളുകളുണ്ട് അവർക്ക്. അത് അവർക്ക് നിർവഹിക്കാനുള്ള അധികാരവുമുണ്ട്. പക്ഷെ ഇവിടെ കഴിഞ്ഞ റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നത് ഈ തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്ര ദർശനം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി അവർക്ക് മാത്രമുള്ളതാണ്. ആരെയും പൊതുജനങ്ങളെ തടസ്സപ്പെടുത്താതെ കയറാനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഇല്ല കേരള പോലീസിൻ്റെ. ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഇല്ലാത്ത ആ വഴിയിലൂടെ ആയിരിക്കണം ഇത് പോയത്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ക്യാമറകളിലൊന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളില്ല എന്ന് പറയും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും സംശയത്തിന്റെ വിരൽ ചൂണ്ടിയിരുന്നത് ഈ മുൻ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ നേർക്കാണ്. പക്ഷേ അവർ പറയുന്നു ഈ വൈരനാമ എന്നത് മഹാവിഷ്ണുവിന്റെ നെറ്റിക്കുള്ള പൊട്ടാണ്. അത് നമ്മൾ കാണും. ഈ വൈഷ്ണവരൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചിട്ടാലുള്ള മട്ടിൽ, അതായത് ഒരു യു പോലത്തെ ഒരു പൊട്ട അവരുടെ ഈ നെറ്റിയിൽ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിരിക്കും. അതാണെങ്കിൽ അത് വൈരം കൊണ്ട് തീർത്ത, അത് ഒട്ടിച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പൊട്ട്, അതാണ് വിഗ്രഹത്തിൽ ചാർത്തുന്നത്. അത് കോടികൾ വിലമതിക്കുന്നതാണ്. കാരണം അതിലൊക്കെ വൈഡൂര്യവും വൈരവും വജ്രവും ഒക്കെ പതിപ്പിച്ചതാണ്. അത് കാണാതെ പോയി എന്ന് ഒരു വാർത്ത വന്നു. അതുപോലെ 70 ഭക്തജനങ്ങൾ ദാനം ചെയ്ത് ക്ഷേത്രത്തിൽ സമർപ്പിച്ച 80ഓളം ഗ്രാം സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞു. അതുകൂടാതെ വെള്ളിപ്പാത്രങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ആ ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്നും അത് ആരും സ്പർശിച്ചിട്ട് പോലുമില്ല എന്നും
ആണ് ക്ഷേത്ര മാനേജ്മെന്റ് പറയുന്നത്. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളാണ് ഇപ്പോൾ അത് മാധ്യമങ്ങളുമായിട്ട് പ്രസ്താവന നടത്തിയത്. ക്ഷേത്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്നിരുന്നു. ഈ പോലീസിന്റെ റിപ്പോർട്ട് അതിന്റെ കോപ്പി അവർക്കും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ യോഗം ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഇതിൽ കള്ളക്കളി കളിച്ചത്? ഈ കള്ളം ഇങ്ങനെ ഒരു കള്ളമായിരുന്നു ഇതെങ്കിൽ അത് പ്രചരിപ്പിച്ചത് ആരാണ്? ഇനി നേരെ മറിച്ച് പോലീസ് റിപ്പോർട്ട് സത്യമായിരുന്നു, അത് പുറത്തു വരുന്നു എന്ന് കണ്ടപ്പം സൂത്രത്തിൽ എടുത്തുകൊണ്ട് പോയ സാധനങ്ങൾ തിരിച്ചവിടെ കൊണ്ടുവച്ചതാണോ? അങ്ങനെയാകാം. ആ സാധ്യതയും തള്ളിക്കളയണ്ട, അതും പരിശോധിക്കട്ടെ. അതെ. അമൂല്യ വസ്തുക്കൾ കാണാതാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഈ വിവാദം വരുന്നത്. പിന്നീട് ക്ഷേത്ര കമ്മിറ്റി ആ റിപ്പോർട്ടിനെ തള്ളുകയൊക്കെ ചെയ്യുന്നു. എന്ത് തന്നെയായാലും കൃത്യമായിട്ടുള്ളൊരു പരിശോധനയാണ് അവിടെ നടക്കേണ്ടത്. ഒരുപക്ഷെ ഈ യഥാർത്ഥത്തിൽ ഈ അമൂല്യ വസ്തുക്കളൊക്കെ കാണാതായിട്ടുണ്ടാകാം. ഇതൊക്കെ അവിടെ ഉള്ളത്, നിലവിലുള്ളതൊക്കെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലോ സർ? അങ്ങനെയുമാകാം, തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത. നമുക്ക് ആരും പിന്നെ പരിശോധനകൾക്ക് അതീതരല്ല, ആരും നിയമത്തിന് അതീതരല്ല. വിശുദ്ധ പശുക്കളൊന്നും നമുക്കിനി വേണ്ട, അവരെ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സമീപനം നമുക്കില്ല. പക്ഷേ ആവശ്യമില്ലാതെ ആരെയും പ്രതിയാക്കുകയരുത്. അതായത് നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കാനുള്ള ഗൂഢപദ്ധതിയാണെങ്കിൽ അതിനെ പല്ല് നഖവും ഉപയോഗിച്ച് എതിർക്കണം. നേരെ മറിച്ച് അവിടെയുള്ള കള്ളൻ കപ്പലിൽ തന്നെ ആണെങ്കിൽ, വേലി തന്നെ വിളവ് തിന്നുകയാണെങ്കിൽ, അതായത് പുരയ്ക്ക് മുകളിലോട്ട് ചാഞ്ഞു നിൽക്കുന്ന ആ വൃക്ഷം അത് വെട്ടിക്കളയുക തന്നെ ചെയ്യണം. അത് കടക്കൽ വെച്ച് തന്നെ വെട്ടിക്കളയണമെന്ന് ഞാൻ പറയും. പക്ഷേ പിന്നെ ആരെയും ആവശ്യമില്ലാതെ പ്രതിയാക്കരുത്. മറ്റാരുടെയോ ഗൂഢാലോചനയുടെ ഇരയായിട്ട് നമ്മൾ മാറുകയും വരുത്. ഇവിടെ കാരണം കേരളത്തിലെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ ദേവസ്വം ബോർഡ് ഇരിക്കുന്നിടത്ത് നടക്കുന്നുണ്ട്. അവിടാണ് കൂടുതലും. അപ്പൊ പിന്നെ നമുക്ക് വ്യക്തികളെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ നടന്ന മൊത്തം ക്ഷേത്രക്കൊള്ളകളുടെ അടിസ്ഥാനത്തിൽ വേണം ഇതിനെയും പരിശോധിക്കേണ്ട. അങ്ങനെ പരിശോധിക്കുമ്പോൾ വെളിച്ചത്ത് വരുന്ന ഒരു സത്യം, അതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ മറ്റ് ഒരുപക്ഷെ അഹിന്ദുക്കളായ സംഘടനകൾ, ഇവിടെ ഞാൻ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതിനോട് മറുപടി ഞാൻ പറയാം. അതായത് അന്താരാഷ്ട്ര തലത്തിൽ എന്തുകൊണ്ട് ഗൂഢാലോചന? കാരണം ഇതൊന്നും വെളിയിലോട്ട് എടുത്തു എന്ന് വെച്ചിട്ട് നമുക്ക് ചുമ്മാതെ കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റുന്നതല്ല. ഇത് നമ്മുടെ പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 1 കിലോ അരി നമ്മൾ മറച്ചു വയ്ക്കുന്ന പോലെ അല്ല. ഇതിന്റെ മൂല്യം നമുക്ക് കിട്ടണമെങ്കിൽ, ഈ മോഷ്ടിക്കുന്നത് വലിയ ഗൂഢസംഘങ്ങളായിരിക്കുമല്ലോ മോഷ്ടിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് കൊടുത്താലാണ് അതിന്റെ പരമാവധി വില കിട്ടുന്നത്? ഇത് വിദേശ മാർക്കറ്റിലാണ്. കാരണം ഇതിന് വെറും ലോഹമൂല്യമല്ല, രത്നമൂല്യമല്ല. അതായത് സ്വർണത്തിന് ലോഹമൂല്യം മാത്രമല്ല, അല്ലെങ്കിൽ രത്നമൂല്യമല്ല, ഒരു പുരാവസ്തു മൂല്യം. ആ മൂല്യം അന്താരാഷ്ട്ര മാർക്കറ്റുകളുണ്ട്. ഇപ്പൊ പാരീസ്, ആന്റ്വർപ്പ്, ബ്രസൽസിലെ, ഡെൻമാർക്കിലെ ബ്രസൽസിലെ ആന്റ്വർപ്പ്, പിന്നെ ന്യൂയോർക്ക്, ലണ്ടന്, ഇങ്ങനെയൊക്കെയുള്ള നഗരങ്ങളിൽ പുരാവസ്തുക്കൾ വാങ്ങിക്കുന്ന കോടീശ്വരന്മാരുണ്ട്. അവരുടെ സ്വത്ത് ഈ പുരാവസ്തുക്കളിലും ചിത്രങ്ങളിലും, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇത് ഈ ഇത്രയും വലിയ ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ മോഷ്ടിച്ച് ഈ സാധനം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് ഇത് മോഷ്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പട്ടിയുടെ കയ്യിൽ കൊതിയാ തേങ്ങ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്, അതുപോലെ ഇരിക്കും. തേങ്ങയ്ക്കുള്ളിൽ നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വിത്ത്. പക്ഷെ ആ തൊണ്ട് ആദ്യം എടുത്തു കളയണം, ചിരട്ട പൊട്ടിക്കണം. അപ്പൊ അതിനുള്ള ആള് വേണം. എന്താ ചോദിക്കാൻ പറ്റുന്നത്? ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില കമന്റുകളും ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല കാര്യം, ശ്രീപത്മനാഭന്റെ സ്വർണം കൊള്ള ചെയ്യപ്പെടുക തന്നെയാണ് വേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാജാവിനെതിരെയുള്ള ഒരു ഇതായിട്ടാണ് പലരും സൂചിപ്പിക്കുന്നത്. കാരണം രാജാവ് കരം പിരിച്ചിട്ടും സാധാരണപ്പെട്ട ആളുകളെയൊക്കെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ പണമാണല്ലോ, അപ്പൊ അത് കൊള്ള ചെയ്യപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് കേട്ടോ. അല്ല, അതിന്റെ പിന്നിൽ വേറെ ചില ഗൂഢശക്തികളുണ്ട്. അതായത് ഇതാണ് സത്യത്തിൽ, അല്ല, സത്യം പത്മനാഭസ്വാമി ക്ഷേത്രം സംബന്ധിച്ച സത്യം പുറത്തു വരാനുള്ള ഏറ്റവും വലിയ തടസ്സം, ഇതിന്റെ ഇടയിലോട്ട് ചില സ്ഥാപിത താല്പര്യക്കാർ കയറി വരും. ആ പറയുന്നത് ഹിന്ദു സമൂഹത്തിന് പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പേരിൽ ഹിന്ദു ആണെങ്കിലും
അതായത് ഐഡന്റിറ്റി കൊണ്ട് ഹിന്ദു ആണെങ്കിലും കോൺഷ്യസ്നെസ് ബൈ നോൺ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഇത്തരം ആൾക്കാരായിരിക്കും. അവര് പറയുന്നത് ഇത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് എടുത്തിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് പറയും. ഇതില് ഹിന്ദുക്കളല്ലാത്തവർക്ക് ഇതിൽ ഒരധികാരവും അർഹതയുമില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അത്തരം സ്വപ്നം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതങ്ങ് ഇപ്പോഴേ നിർത്തിവെച്ചേക്കുക. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുക. അത് കേരളത്തിൽ സമൂഹ സ്പർദ്ധ വളർത്താനും വർഗീയ കലാപം സൃഷ്ടിക്കാനും കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കലാപങ്ങളിലേക്ക് പോകാനും ആരോ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരക്കാർ. കള്ളന്മാരെ പോലെ തന്നെ അകറ്റി നിർത്തേണ്ടവരാണ് ഇത്തരം ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വത്തുക്കൾ വന്ന എങ്ങനെയാണെന്ന് ചരിത്രപരമായിട്ട് വളരെ കൃത്യമായ രേഖകളുണ്ട്. മതിലകൻ രേഖകൾ എന്നൊക്കെ പറയുന്ന രേഖകളുണ്ട്. അതൊന്നും പിന്നെ നികുതിയുടെ ഭാഗമായിട്ട് എടുത്തതല്ല. ഇത് ക്ഷേത്രത്തിന് കിട്ടിയ സംഭാവനകളുണ്ട്, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയതുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ സ്വത്ത് തട്ടിയെടുക്കാൻ തുടങ്ങിയ കേണൽ മൺറോയുടെ കാലം തൊട്ടാണ്. അതിനൊക്കെ തന്നെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെയും കേരളത്തിലെ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയും അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിരുന്നത്. അതായിരുന്നു ഇവിടെയും നടന്നിരുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് അത്തരം വഴിതിരിച്ചുവിടുന്ന ചർച്ചകളല്ല. ഒരുപക്ഷെ ഈ മോഷ്ടിച്ചവർ തന്നെ ആണെങ്കിലോ വ്യാജ പേരുകളിൽ വന്ന് ഇത്തരം ചർച്ച നടത്തുന്നത്. തൽക്കാലം നമുക്ക് അതിലേക്ക് പോകണ്ട. ആരാണ് മോഷണം നടത്തുന്നത്, അത് എങ്ങോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ CBI അന്വേഷണമാണ് ഇതിനാവശ്യം. എന്തുകൊണ്ട്? രാജ്യാന്തരതല ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെ ഇതിലെ ഇടപെടലുകൾ അന്വേഷിക്കാൻ, ഗൂഢശക്തികളുടെ ഇടപെടലുകൾ അന്വേഷിക്കാൻ. അതായത് ഇവിടെ വേണ്ടത് ഇതൊരു മോഷണത്തെ മോഷണമാക്കി തന്നെ കണ്ട് അത് തെളിയിക്കുക എന്നുള്ളത്. ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ടാവും. അപ്പം ഇന്റലിജൻസ് IBയുടെയും അതോടൊപ്പം തന്നെ റോയിന്റെ ഒക്കെ ഇടപെടൽ കൂടി ആവശ്യമില്ലേ? അല്ല, IB എന്ന് പറയുന്നതിന് അങ്ങനെയുള്ള അധികാരമൊന്നുമില്ല. IBക്ക് ഒരു കുറ്റകൃത്യം അന്വേഷിക്കാനുള്ള അധികാരമുള്ള സംഘടനയല്ല. അത് രഹസ്യ വിവരങ്ങൾ പിന്നെ ശേഖരിച്ച് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്ന ജോലി അവർക്കുള്ളൂ. അത് അവർ ഓൾറെഡി ചെയ്യുന്നുണ്ടാവാം. അത് ചെയ്യരുതെന്നൊന്നുമില്ല. ഇവിടെ വേണ്ടത് CBI അന്വേഷണമാണ്. അതുപോലെ ഇതിൽ തീവ്രവാദ ബന്ധങ്ങളുണ്ടെങ്കിൽ NIA ആ ഭാഗത്ത് NIA അന്വേഷിക്കണം. എന്തായാലും ശരി, നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ ജയിലിൽ അടയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയപരിമിതി പോലെ ഞാനിത് ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്കത് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാം.